മഹാനായ സയ്യിദ് ഖുറാത്തങ്ങൾ ഇവിടെ നമുക്ക് ഒരിക്കൽ വന്നു. ഉള്ളാള് തങ്ങളുടെ പേരക്കുട്ടിയാണ് സയ്യിദ് ബാലവി തങ്ങൾ. ഇപ്പൊ ദ്വാരന്നു പോയി. 2-3 തരത്തിൽ ഉള്ളാൾ തങ്ങൾ ഉപ്പയുമായി ബന്ധമുണ്ട്. പേരക്കുട്ടി ആയ ഒരു മകളെയാണ് വേറൊരു വഴിയിലൂടെ പേരക്കുട്ടിയായ ആളിനെയാണ് കല്യാണം കഴിച്ചത്. എന്നാൽ ഉള്ളാൾ തങ്ങൾ ഉപ്പാന്റെ മകൻ തന്നെ ഖുറാത്തങ്ങൾ നമ്മുടെ ഇവിടെ ഈ ആണ്ട് നേർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. ഖുത്ബിയത്ത് വാർഷികത്തിന് വന്നിട്ടുണ്ട്. മഹാനവറുകൾ ഇവിടെ വന്നപ്പോഴും എല്ലായിടവും ദ്വാരുന്നു. പടച്ചവനെ വെന്റിലേറ്ററിൽ കിടത്താതെ, ICUവിൽ കിടത്താതെ, ആശുപത്രിയിൽ കിടത്താതെ, പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടാതെ, കീറിമുറിക്കാതെ എന്നെ നീ അങ്ങ് മരിപ്പിക്കണം റഹ്മാനേ. മദീനത്ത് ജന്നത്തുൽ ബഖീൽ അടങ്ങാൻ പറ്റുന്ന തരത്തിൽ അവിടെ വെച്ചല്ലെങ്കിൽ എന്റെ അഹ്ലുകാരുടെ മുന്നിൽ വെച്ച് റാഹത്തായി നീ മരണം തരണം റഹ്മാനേ. ദ്വാരുന്നത് പോലെ തന്നെ അങ്ങ് മരിച്ചു. രാത്രി 1:30-ക്കും ആഖിറത്തെ കുറിച്ചും സ്വർഗത്തിനെയും നരകത്തിനെയും കുറിച്ചും ഖബറിനെ കുറിച്ചും ഒക്കെ വയലു പറഞ്ഞ ഖുറാത്തങ്ങൾ പിറ്റേന്ന് രാവിലെ സുബഹി കഴിഞ്ഞ് ഔറാദ് കഴിഞ്ഞ് AP ഉസ്താദ് ഉള്ളാളത്ത് കാത്തു നിൽക്കുന്നുണ്ട്. അവിടെ പോകാൻ വേണ്ടി 9:30-ക്ക് എഴുന്നേറ്റ് 10:30-ക്ക് ഇവിടുന്ന് പുറപ്പെടണം എന്ന് പറഞ്ഞ് ഒരു അല്പനേരം കിടക്കട്ടെ എന്ന് പറഞ്ഞു. 9 മണിക്ക് ചെറിയൊരു ശ്വാസം മുട്ടുണ്ടായി. ഒരു ചെറിയ നെഞ്ചുവേദനയും അനുഭവപ്പെട്ടു. ടിക്കറ്റ് ഒരെണ്ണം പോലും ഇല്ല. നിങ്ങള് ലോക്കലിലേക്ക് മാറിക്കാം. ഞാൻ അയാളോട് പറഞ്ഞു, സർ, എന്റെ പിതാവിന് സമാനം ഞങ്ങൾ കാണുന്ന വലിയൊരു ആത്മീയ നേതൃത്വം വിട പറഞ്ഞതാണ്. മംഗലാപുരം വരെയാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. അവിടം വരെ ലോക്കലിൽ നിന്ന് പോകാൻ കഴിയില്ല. അതുകൊണ്ട് പ്ലീസ് ഒരു സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരണം. അദ്ദേഹം അതെല്ലാം കൂടെ കേട്ടപ്പോ എന്നോട് പറഞ്ഞു, ശരി സാർ, എറണാകുളം വരെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. അവിടം വരെ നിങ്ങൾ ഇതിനകത്ത് എവിടെങ്കിലും ഇരുന്നോളി. പക്ഷെ എറണാകുളം കഴിഞ്ഞാൽ നിങ്ങൾ ലോക്കലിൽ കയറണം. ടിക്കറ്റ് ഇനി കിട്ടൂല. അയാൾ അങ്ങോട്ട് അടുത്ത ആളിനെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോയപ്പോ ഞാൻ ഈ ഖുറാത്തങ്ങളുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതിയപ്പോൾ കുറച്ച് കഴിഞ്ഞ് അയാൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, 2 ടിക്കറ്റ് കാണുന്നുണ്ട്. എറണാകുളത്ത് ചെല്ലുമ്പോഴേക്ക് അത് മാറിപ്പോകും. എനിക്ക് എടുക്കാൻ പറ്റൂല അകത്തിരുന്ന്, നിങ്ങൾക്കും എടുക്കാൻ പറ്റൂല. പുറത്താരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ പറയുന്നു. 2 ടിക്കറ്റ് AC-യിൽ താഴത്തെ ബർത്ത് തന്നെ കിട്ടി. സുബ്ഹാനല്ലാഹ്. ഇവിടുന്ന് ചെല്ലുന്നതിന് മുമ്പ് അടക്കുമോ? അടക്കിയാലും വേണ്ടിയില്ല, പോകുക തന്നെ. അത്ര കടപ്പാടുണ്ട് തങ്ങളുമായി. നമ്മുടെ നാട്ടിലെ ഈ പാവപ്പെട്ട വേദിയിൽ വരെ വന്നില്ലേ തങ്ങള്? അതൊക്കെ സാധുക്കളായി നമ്മൾ പോയി വിളിക്കുമ്പോ വാത്സല്യം കൊണ്ടല്ലേ വന്നത്. അങ്ങനെ മഹാനായ തങ്ങളെ കാണാനുള്ള ആഗ്രഹത്തിൽ നമ്മൾ കോഴിക്കോട് എത്തുമ്പോൾ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്ത എട്ടിക്കുളത്ത് വീട്ടിൽ നിന്ന് ജനാസ പുറപ്പെട്ടു. ഞങ്ങൾ എട്ടിക്കുളത്തിന് സമീപമുള്ള പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ ജനാസ കാസർഗോഡ് ജാമിയ സഅദിയയുടെ മുറ്റത്ത് നിന്ന് പുറപ്പെട്ടു. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ ജനാസ ഉള്ളാളത്തെത്തി. വണ്ടി ഉള്ളാളത്തൂടെ പാസ് ചെയ്യുമ്പോൾ ഉള്ളാളത്തെ 10,000-ങ്ങൾ കണ്ടു തീർന്നിട്ടില്ല. അന്ന് തങ്ങള് യോഗത്തിൽ പങ്കെടുക്കേണ്ടത് AP ഉസ്താദിന്റെ കൂടെയാ. ആ ഉസ്താദ് അവിടെ കാത്തിരിക്കുന്നുണ്ട്. ഉസ്താദ് അവിടെ ഉണ്ട്. അതുകൊണ്ട് ഉസ്താദ് ഇമാമത്ത് നിന്ന് 10,000-ങ്ങൾക്ക് ഇമാമത്ത് നിന്ന് അവിടെ നിസ്കരിച്ചു. ജനാസ ആരും കാണാൻ ശ്രമിക്കരുതെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് എടുത്തത് കൊണ്ടാണ് പിന്നെയും എടുക്കാൻ കഴിഞ്ഞത്. ഏതായിരുന്നാലും ഉള്ളാളത്ത് വണ്ടി നിർത്തൂലല്ലോ. മംഗലാപുരത്ത് ഇറങ്ങിയിട്ട് തിരിച്ചു വന്നാൽ ഉള്ളാളത്തൊന്നും വിടാൻ സാധ്യതയുണ്ടെന്ന് കരുതി 50 കിലോമീറ്റർ ദൂരെയുള്ള ഖുറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പ്രവർത്തകരെ കൊണ്ട് വണ്ടി വരുത്തി ഞാൻ പോയി. ഞാൻ ചെന്ന് 1/2 മണിക്കൂർ കഴിഞ്ഞാണ് ജനാസ അവിടെ എത്തിയത്. സുബ്ഹാനല്ലാഹ്. ജനാസയ്ക്ക് ഖിദ്മത്ത് എടുക്കാൻ കഴിഞ്ഞു. അവിടെ ആളുകളെ നിയന്ത്രിക്കാൻ മൈക്കിൽ കൂടെ പറയാനും അങ്ങനെയുള്ള ഖിദ്മത്താണ്. അതൊക്കെ ചെയ്ത് ആംബുലൻസിൽ നിന്ന് ജനാസ മഖ്ബറയിലേക്ക് കൊണ്ടുപോകാൻ 1/2 കിലോമീറ്റർ ദൂരമുണ്ട് നിസ്കരിച്ച പള്ളിയിൽ നിന്ന്, തങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന്. അതിനിടയിൽ ആ പ്രിയപ്പെട്ട മകൻ പറയുന്നു, ഉപ്പാ. ആംബുലൻസിൽ ഇരുന്നിട്ട് പറയാണ്, ഉപ്പ ഞങ്ങളെ വിട്ടുപോയല്ലോ ഉപ്പാ. ഞങ്ങൾക്ക് ധൈര്യമുണ്ട്, ഉപ്പ പറഞ്ഞു തന്നിട്ടുണ്ട് ഈമാന്റെ കാര്യങ്ങൾ. അതുകൊണ്ട് ഉപ്പാ, നിങ്ങൾ റസൂലുള്ളാഹിനെ കാണുമ്പോ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യണേ ഉപ്പാ. ഞങ്ങൾ മക്കളെ മറക്കല്ല ഉപ്പാ, ഉമ്മാനെ മറക്കല്ല ഉപ്പാ എന്നിങ്ങനെ ആംബുലൻസിൽ ഇരുന്ന് പറഞ്ഞു കരഞ്ഞു പോവുകയാണ്. അങ്ങനെ കുറച്ചു നേരം പറഞ്ഞിട്ട് പറഞ്ഞു, ഈ മുഹമ്മദ് കുഞ്ഞ് സഖാഫി വന്നിട്ടുണ്ട്, അദ്ദേഹത്തെ മറക്കല്ല ഉപ്പാ. അതുപോലെ സിറാജുദ്ദീൻ കണ്ണൂർ ഇവിടെയുണ്ട്, ഉപ്പാ മറക്കല്ല ഉപ്പാ എന്ന് നേരിട്ട് സംവദിക്കുകയാണ്. എത്ര കഷ്ടപ്പെട്ടെങ്കിലും ആ യാത്ര മുതലായി.
ഖബറടക്കുന്ന സ്ഥലത്തേക്ക് ആളുകൾ ഇടിച്ചു കയറാണ്. മഴയുമുണ്ട്, ചെറിയ ആയിരങ്ങളാണ്. അവരെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന വളണ്ടിയർഷിപ്പിൽ കുറച്ച് സേവനം ചെയ്തു. രാത്രി 2:30 മണിക്ക് ഖബറടക്കി പിരിഞ്ഞു. ലക്ഷങ്ങളാണ് ആ ജനാസ കാണാൻ അതിനിടയിൽ എത്തിച്ചേർന്നത്. എല്ലാവർക്കും ഒന്നും കാണാൻ പറ്റിയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരൊക്കെ ഉദ്ദേശിച്ചതുപോലെ യാത്രയായി. അവരുടെ ഉപ്പ താജുൽ ഉലമ ഉള്ളാള് തങ്ങൾ പറഞ്ഞു, റബ്ബേ റബീഉൽ ആഖിറിൽ എനിക്ക് മരിക്കണം. റബീഉൽ ആഖിറിൽ ഒന്നിന് മരിച്ചു. ഇൽമു ലംഘിയിട്ട് ഖൽബ് പ്രകാശിച്ചു മരിക്കണം. വഫാത്തായി കിടക്കുന്ന കണ്ടാൽ സൂര്യപ്രകാശം പോലും തോറ്റുപോകും. നമുക്കും ഇങ്ങനെ ഒരു മരണം വേണ്ടേ? നമുക്കും നന്നായി മരിക്കണ്ടേ? മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ ബഗ്ദാദ് ഷരീഫിലെ മഖാം, സഖ്യസേനയും ഇറാഖും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ആദ്യത്തെ രാത്രി തന്നെ 3 ലക്ഷം ടൺ ബോംബാണ് വർഷിച്ചത്. ബഗ്ദാദിൽ ഇന്നും നിങ്ങൾക്കറിയാം, വേൾഡ് ഹിസ്റ്റോറിക്കൽ ഡിപ്പാർട്ട്മെന്റ്, ലോക ചരിത്ര വിഭാഗം ഏറ്റവും സൗന്ദര്യമുള്ള പള്ളിയും മഖാമും സർവേ നടത്തിയിട്ട് ഫസ്റ്റ് റാങ്ക് കൊടുത്തതിൽ പെട്ടതാണ് ബഗ്ദാദിലെ മഖാമും പള്ളിയും. ഇന്നും അത് പ്രൗഢിയോടെ നിൽക്കുകയാണ്. അല്ലാഹു അടുത്ത മദദ് നമുക്ക് നൽകട്ടെ. നമ്മുടെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ തങ്ങന്മാരൊക്കെ ഇവിടെ ദ്വാരക്കാരുണ്ട്. ഹൈദ്രൂസ് ഉസ്താദ് ദ്വാരുന്നു, ബാലവി തങ്ങൾ ദ്വാരുന്നു. ഇനി ഏറ്റവും വിശാലമായ ദുആ സയ്യിദ് ശിഹാബുദ്ദീൻ തങ്ങൾ ബുഖാരി ഏതാനും മിനിറ്റുകൾക്കകം ഇവിടെ എത്തിച്ചേരും. ആ മഹാനായ തങ്ങൾ അവர்கள் ദ്വാരക്കും. ഞാനൊരു പാവപ്പെട്ട മുത്തഅല്ലിം ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എത്ര പേരാ വിളിച്ചു പറഞ്ഞു, ഉസ്താദെ പോരുവഴിയിൽ ഖുത്ബിയ്യത്ത് വാർഷികത്തിന്റെ മജ്ലിസിൽ പോവല്ലേ, മുഹീദ്ദീൻ ശൈഖിന്റെ പേരിലുള്ള സദസ്സല്ലേ, ദ്വാരക്കണേ ഉസ്താദെ. അബ്ദുസ്സലാം ഹാജി കണിയാപുരം, ഞാൻ ശാരീരികമായി വലിയ വേദനയിലാണ്. അല്ലാഹുവേ, രാവിലെ തന്നെ അദ്ദേഹം വിളിച്ച് വേദന ശമിച്ചു എന്ന് പറയത്തക്ക രീതിയിൽ മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെയും അവരുടെ പിന്തുടർച്ചക്കാരായി ഞങ്ങളുടെ നാട്ടിലെ കിരീടം എന്ന് വിശേഷിപ്പിക്കാവുന്ന ശുഹദാക്കളുടെയും ബറക്കത്ത് കൊണ്ട് രോഗം ശിഫയാക്കണം റഹ്മാനെ. ഉറക്കെ ആമീൻ പറയാനുള്ള ആരോഗ്യമെങ്കിലും എന്റെ മുമ്പിലിരിക്കുന്ന ഇവറ്റകൾക്ക് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. അവർക്കെല്ലാം നീ ഖൈർ നൽകണം റഹ്മാനെ. പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഞങ്ങളുടെ കരളിന്റെ കഷ്ണങ്ങളായ മക്കളാണ് ഞങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. 100 കണക്കിന് മക്കൾ പഠിക്കുന്ന അൽമദീന ഇസ്ലാമിക് കോംപ്ലക്സ് ഖാദിസിയയുടെ ആഭിമുഖ്യത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. 200ഓളം വരുന്ന വിദ്യാർത്ഥികളുടെ ഹിഫ്ദിനും അതുപോലെ ചെറിയ ശരീഅത്തിന്റെ ഇൽമും പഠിക്കുന്നു. റബ്ബേ, ഖിയാമത്ത് നാൾ വരെ മുഹീദ്ദീൻ ശൈഖിന് പൊരുത്തപ്പെട്ട മഹാന്മാരായ ഔലിയാക്കളുടെ മദദ് ലഭിക്കുന്ന ശുഹദാക്കളുടെ കാവൽ ലഭിക്കുന്ന സ്ഥാപനമായി അതിനെ നീ നിലനിർത്തി തരണം റഹ്മാനെ. ആ കുഞ്ഞുങ്ങളിരുന്ന് ഉറക്കെ ആമീൻ പറയുന്ന ഈ മജ്ലിസ് നീ കബൂലാക്കി തരണം റഹ്മാനെ. സഹോദരങ്ങളെ, അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ദ്വാരക്കണം. എനിക്കാണെങ്കിൽ ചെറിയ രീതിയിൽ ഷുഗർ കണ്ണിനെ ഒന്ന് ബാധിച്ചിട്ടുണ്ട്. ഷുഗർ പണ്ടേ ഉള്ളത് കൊണ്ട് വാപ്പിച്ച ഒരിക്കൽ എന്നോട് ചോദിച്ചു, മോനെ എനിക്ക് ഷുഗർ വന്നപ്പോ നിനക്കും വന്നോ മോനെ എന്ന് ചോദിച്ചു. കാരണം വളരെ ചെറുപ്പത്തിൽ തന്നെ ഷുഗർ വന്നപ്പോ, ഷുഗർ എപ്പോഴാ അറിഞ്ഞത്? 25 വയസ്സായപ്പോഴൊക്കെ അറിഞ്ഞത്. ഏതാണ്ട് 30 വർഷമായി. അതിന് മുമ്പേ കാണും. വാപ്പിച്ചിക്കും ഉമ്മച്ചിക്കും ഒക്കെ ഉള്ളതുകൊണ്ട് ഷുഗർ ഉണ്ടാകാതിരിക്കുകയും ചെയ്യാം. ഇല്ലാത്തവർക്ക് ഇനി വരാതിരിക്കട്ടെ, വന്നവർക്ക് അല്ലാഹു ശിഫയാക്കട്ടെ. അപ്പൊ ആ ഷുഗർ ഉണ്ടെങ്കിലും നമ്മുടെ യാത്രയും നമ്മുടെ ഭക്ഷണ രീതിയൊന്നും ഒരു കൺട്രോൾ ഇല്ലാത്ത സൈസാണ്. അപ്പൊ അതുകൊണ്ട് ചെറുതായിട്ട് കണ്ണിനെ ബാധിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ദ്വാരക്കണം. ഒരു വിഷമവുമില്ലാതെ ട്രീറ്റ്മെന്റ് റാഹത്തായി നല്ല എത്രയും പെട്ടെന്ന് പൂർണ്ണ ശിഫയാകാൻ അല്ലാഹുവേ നീ ശിഫയാക്കി തരണം റഹ്മാനെ.